the street, feeling raindrops fall, drenched in memories that calling me to recall. Every drop a reminder of the love that's washed away, but I won't let it drown me. I'll dance through the pain. Hey. ഹായ് ഹലോ, നമ്മൾ ഇന്ന് ഒരു ബ്യൂട്ടിഫുൾ ക്രീമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓറഞ്ച് വെച്ചിട്ട് ഒരു ഫെയർനെസ് ക്രീം, ഒരു സ്കിൻ ബ്രൈറ്റനിങ് ക്രീമാണ്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ഫേസ് ബ്രൈറ്റനിങ് വിറ്റമിൻ സി ആൻഡ് റൈസ് ക്രീമിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് റൈസ് തന്നെയാണ്. റൈസിൽ നിറയെ മിനറൽസും വിറ്റമിൻസും ആന്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മുടെ ഫേസിനെ ബ്രൈറ്റ് ആക്കാൻ, നല്ല ഫെയർ കോംപ്ലക്ഷൻ തരാനും ഏജിന്റെ സയൻസിനെ ഒക്കെ മാറ്റി നമ്മളുടെ സ്കിന്നിൽ നല്ല മോയ്സ്ചർ നിലനിർത്താനും റൈസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൈസ്, എസ്പെഷ്യലി കുക്ക്ഡ് റൈസ്, നമ്മളുടെ സ്കിന്നിലെ കൊളാജൻ പ്രൊഡക്ഷനെ കൂട്ടുകയും സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കുകയും നമ്മുടെ സ്കിന്നിനെ ഒരു ഫേം ആയിട്ട് വെക്കാൻ, അതായത് വലിഞ്ഞു തൂങ്ങുന്നതല്ലാതെ നല്ല ഫേം ആയിട്ട് വെക്കാനും നല്ല ഹൈഡ്രേഷൻ തരാനും പിന്നെ ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റും കൂടാണ് റൈസ്. ആന്റി ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിലുണ്ടാകുന്ന വീക്കങ്ങളൊക്കെ മാറ്റി ഫേസിനെ സ്ലിം ആക്കി കാണിക്കാൻ റൈസിന് ഒരു കഴിവുണ്ട്. റൈസ് നമ്മുടെ മുഖത്തിൽ ഉണ്ടാകുന്ന ഓയിലിനെ കൺട്രോൾ ചെയ്യുകയും നമ്മുടെ പോസിനെ ഒന്ന് ടൈറ്റ് ആക്കുകയും ഒക്കെ ചെയ്യാൻ കഴിവുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റൈസ്. അതുപോലെ ഇത് നല്ലൊരു ആക്നെ ട്രീറ്റ്മെന്റ് ഏജന്റ് കൂടെയാണ്. ഓറഞ്ചിന്റെ തൊലി, ഓറഞ്ചിന്റെ സ്കിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ തീരില്ല. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യാനും നമ്മുടെ ഒരു ഡൾ സ്കിൻ അതിനെ റീജനുവേറ്റ് ചെയ്ത് ഒരു ഫ്രഷ് ഫീലിംഗ് തരാനും നമ്മുടെ റിങ്കിൾസ് ഒക്കെ ഫേസിൽ ഉണ്ടാകുന്നതിനെ തടയാനും നല്ല ഒരു സ്കിൻ ടോൺ തരാനും ഇംപ്രൂവ് ചെയ്യും സ്കിൻ ടോണിനെ. ഇതിനകത്തുള്ള വൈറ്റമിൻ സി ഉള്ളത് കൊണ്ട് നമ്മുടെ കൊളാജിൻ പ്രൊഡക്ഷനെ ഇത് വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഓറഞ്ചിനകത്ത് ആന്റി ഓക്സിഡൻസ് നിറയെ അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന റാഡിക്കൽസിനെ തടയുകയും സ്കിൻ ഡാമേജിനെ തടയുകയും നമ്മുടെ സെൽസിനെ റീജനുവേറ്റ് ചെയ്യുകയും, അതായത് പ്രീമച്വർ ഏജിങ്ങിനെയും അല്ലെങ്കിൽ ഏജിന്റെ സയൻസിനെയും ഒക്കെ സ്റ്റോപ്പ് ചെയ്യാനും നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ ബൂസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ റിങ്കിൾസിന്റെ അപ്പിയറൻസ്, റിങ്കിൾസ് കാണാൻ തുടങ്ങുന്ന ആ ഫസ്റ്റ് സ്റ്റേജിനെയൊക്കെ നന്നായിട്ട് കുറച്ച് നാളത്തേക്ക് പ്രൊലോങ് ചെയ്ത് നമുക്കൊരു യങ് ലുക്ക് തരാനായിട്ട് ഓറഞ്ചിന്റെ സ്കിന്നിനും ഓറഞ്ചിന്റെ ജ്യൂസിനും ഒക്കെ അതിനടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് ഓറഞ്ചിന്റെ സ്കിന്നും ഓറഞ്ചിന്റെ ജ്യൂസും ഒക്കെ ഒന്നാം തരം ക്ലെൻസർ ആണ്. നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്ത് ഡെഡ് സെൽസിനെ ഒക്കെ മാറ്റി സ്കിന്നിന് അത്രയ്ക്കും ഒരു ഫ്രഷ് ലുക്ക് തരാൻ കഴിവുള്ള വേറൊരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഹെർബൽ കെയറിൽ ഇല്ല. ഈ ഓറഞ്ചിനെ നമ്മൾ തോലെടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് അതിനെ അരച്ച് പേസ്റ്റ് ആക്കി റൈസ് ഫ്ലോറിനെയും പേസ്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിന്റെ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ നമുക്ക് തരുന്ന ഒരു എഫക്റ്റ് സ്കിന്നിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത അത്രയ്ക്കും ഒരു നല്ല ഫേം ആയിട്ട് നല്ല ഫെയർ ആയിട്ടുള്ള ഒരു കോംപ്ലക്ഷൻ നമുക്ക് കിട്ടും. ഇതിനകത്ത് നിറച്ച് വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡൻസ് ഒക്കെ ഉള്ളത് കാരണം അത്രയ്ക്കും നല്ല ഒരു ഫെയർ ആയിട്ടാണ് നമ്മുടെ സ്കിന്നിനെ നമുക്ക് കാണാൻ പറ്റുക. ഒരു 14 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് നോക്കും. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റ് ചെയ്യുകയും ഈവൻ സ്കിൻ ടോണിനെ തരികയും നമ്മുടെ ഏജിന്റെ സയൻസിനെ ഒക്കെ കുറയ്ക്കുകയും ചെയ്യും. ഓറഞ്ചിന്റെ തൊലി നമ്മൾ കുക്ക് ചെയ്ത് അരച്ചിട്ട് അതൊരു തുണിയിൽ പിഴിഞ്ഞെടുക്കണം. ഒട്ടും തന്നെ അതിന്റെ വേസ്റ്റ് വേണ്ട. നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീമാണ് നമുക്ക് വേണ്ടത്. അരി നമ്മൾ പൊടിച്ചെടുത്ത്, കാരണം അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയാണ്. നമ്മൾ ഓറഞ്ചിന്റെ തോല് നന്നായിട്ട് വേവിച്ചിട്ട് അരച്ചെടുക്കണം. വെറും വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു നല്ല തുണിയിൽ പിഴിഞ്ഞെടുക്കുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ടെക്സ്ചർ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് നമുക്ക് കിട്ടുക. അതിൽ നിന്ന് പൾപ്പ് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ ഫേസിൽ ഇടുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്സ് സ്കിന്നിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല ഒരു ഫെയർ കോംപ്ലക്ഷൻ നമുക്ക് കിട്ടും. ഈ ജ്യൂസിനെ നമ്മൾ കുറച്ചായിട്ട് ഈ റൈസ് ക്രീമിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്താണ് എടുക്കേണ്ടത്. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കട്ട കെട്ടാനായിട്ടും അല്ലെങ്കിൽ എവിടെയൊക്കെയോ ശരിക്കും അലിയാതെ വരികയും ഒക്കെ ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു ഇൻഗ്രീഡിയന്റ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ഓയിലാണ്.
വൈറ്റമിൻ ഇ ഓയിൽ നമ്മുടെ സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുകയും സ്കിന്നിന് നല്ല ഒരു ഫെയർ കോംപ്ലക്ഷൻ തരികയും സ്മൂത്ത് ആക്കുകയും ഒക്കെ ചെയ്യുന്നതാണ്. സ്മൂത്ത് ആക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഏജ് ആയപ്പം ഓൾറെഡി സ്മൂത്ത് ആണ്, അതിനേക്കാൾ സ്മൂത്ത് ആയി കഴിഞ്ഞാൽ വീണ്ടും സാഗിയും അല്ലെ തൂങ്ങും ചർമ്മം എന്ന് വിചാരിക്കരുത്. സ്മൂത്ത് ആക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരകളും പാടുകളും ചുളിവുകളും ഒക്കെ മാറി നല്ല റിജിഡ് ആയിട്ടുള്ള ഒരു സ്കിൻ കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സ്മൂത്ത്നെസ് എന്ന് പറയുന്നത് അതാണ്. ഇത് മിക്സ് ചെയ്തിട്ട് നല്ല ഒരു സ്റ്റെറിലൈസ്ഡ് കണ്ടെയ്നറിലോട്ട് മാറ്റിയിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഷെൽഫ് ലൈഫ് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിസർവേറ്റീവ്സ് ചേർക്കാവുന്നതാണ്. നമുക്ക് ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. ഞാൻ സാധാരണ അത് യൂസ് ചെയ്യാറില്ല. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ എടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുമ്പോൾ ഫംഗസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കരുത്, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ക്രീം. നമ്മൾ ഇന്ന് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് വന്നതിൻ്റെ കാര്യം സമയമില്ലാത്തവർക്ക് പെട്ടെന്ന് വീഡിയോ കണ്ടോട്ടെ. വീഡിയോ കണ്ടിട്ട് അതിനെക്കുറിച്ച് അറിയണം എന്ന ആഗ്രഹമുള്ളവർ ബാക്കിയുള്ള എക്സ്പ്ലനേഷൻ കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ റെഗുലറായിട്ട് പങ്ക്ച്വലായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്കിൻ കെയർ. സ്കിൻ കെയറിൽ നമ്മൾ നിറയെ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കും. അതൊരു കടൽ പോലെയാണ്. ഇപ്പം ഞാൻ ഒരു വീഡിയോ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് ഒരു തുള്ളി എടുത്ത് നിങ്ങളെ കാണിക്കുന്ന പോലെ മാത്രമേ ഉള്ളൂ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പം എൻ്റെ പുറകിൽ കുറേ പ്ലാന്റ്സ് നിങ്ങൾക്ക് കാണാം. ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ബാൽക്കണിയിലാണ്. സോ ഓരോ പ്ലാന്റ്സിൻ്റെ ഇലയ്ക്കും ഓരോന്നിനും ഡിഫറെൻറ്റ് ക്വാളിറ്റിയൊക്കെയാണ്. ഈ പ്ലാന്റ്സുകളൊന്നും സ്കിൻ കെയറിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ല കേട്ടോ. എന്ന് പറഞ്ഞ പോലെ പല ഫ്രൂട്ട്സിലും പല സെറിയൽസിലും പല പൾസസിലും പല ഫ്രൂട്ട്സിലും പല ധാന്യങ്ങളിലും പല വെജിറ്റബിൾസിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് വിറ്റാമിൻസും മിനറൽസും ഒക്കെ ആയതുകൊണ്ട് അതിൽ നിന്നും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ പാകത്തിനൊരു ക്രീം ആക്കിയാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതും ഞാൻ ഉപയോഗിക്കുന്നതും നിങ്ങൾ ഉപയോഗിക്കുന്നതുമെല്ലാം. അപ്പോൾ പല സബ്ജക്റ്റുകൾ വരും. ഇപ്പം നമ്മൾ ബയോളജി എന്നൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, കെമിസ്ട്രി എന്നൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ, ഫിസിക്സ് എന്നൊരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ അതിൽ നിറയെ ലെസൺസ് ഉണ്ട്, നിറയെ പോർഷൻസ് ഉണ്ടല്ലേ. എന്ന് പറഞ്ഞ പോലെ തന്നെ സ്കിൻ കെയറിലും നിറയെ സബ്ജക്റ്റുകളുണ്ട്. നിറയെ നമ്മൾ അതിനെക്കുറിച്ച് അനലൈസ് ചെയ്ത് പഠിക്കാനുണ്ട്, അനലൈസ് ചെയ്ത് നമ്മൾ അറിയാനുണ്ട്. അപ്പോൾ നമ്മൾ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം എടുത്തിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇടുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ എവറി 3 months അല്ലെങ്കിൽ എപ്പോഴൊക്കെയും മാറിക്കൊണ്ടിരിക്കുക. അത് എപ്പോഴാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. നമ്മുടെ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻ, നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ വരെയും മാറിക്കൊണ്ടിരിക്കുക. അപ്പം മാറിക്കൊണ്ടിരിക്കുന്ന ഈ കണ്ടീഷൻ അനുസരിച്ചുള്ള ക്രീം സെലക്ട് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ബ്രില്യൻസി അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുന്നത് അപ്പോഴാണ്. അപ്പോൾ എല്ലാവരും സ്കിൻ കെയർ തുടങ്ങി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ചിലരൊക്കെ ക്രീം ഉപയോഗിച്ചിട്ട് ക്രീം ഉണ്ടാക്കിയിട്ട് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് കിട്ടി എന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് ആ കമൻറ്റിനൊക്കെ. അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണ് അങ്ങനത്തെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ. ഓൾവേസ് നമുക്ക് പോസിറ്റിവിറ്റിയോടെ മാത്രം നമുക്ക് ജീവിക്കാം. നെഗറ്റിവിറ്റി എല്ലാം നമുക്ക് ദൂരെ കളയാം. അങ്ങനെ ആണെങ്കിലാണ് നമുക്ക് നമ്മളുടെ മനസ്സ് നല്ല ക്ലിയർ ആയിട്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫേസിൽ അത് റിഫ്ലക്റ്റ് ആകുക. മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമമുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും, നമുക്ക് സ്വയം മനസ്സിലാവും. നമ്മുടെ സ്കിന്നിന് റിങ്കിൾസ് വീഴും, റാഷസ് വീഴും, പാടുകളും ഒക്കെ വീഴും. നമുക്ക് പെട്ടെന്ന് ഏജ് എന്ന് പറയുന്ന ആർക്കും തടുക്കാൻ പറ്റത്തില്ല. നമുക്കിപ്പോൾ ഓരോ വർഷം കൂടുമ്പോഴും ഏജ് ആയിക്കൊണ്ടേയിരിക്കും. ആയിക്കോട്ടെ, അത് പ്രശ്നമല്ല. പക്ഷെ നമ്മുടെ സ്കിന്നിനെ ഏജ് ആകാതെ നോക്കാം എന്നുള്ളത് നമ്മളുടെ ഒരു പ്രോമിസാണ് നമ്മളോട്, അല്ലേ? അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ടേക്ക് കെയർ.